എന്താ വായിച്ചത്? ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപിടിപ്പിക്കുന്നു, നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നിനച്ചിരിക്കുന്നു. ആഹാ, ദൈവത്തിന് കൊള്ളാവുന്ന പദ്ധതിയുണ്ട് അല്ലേ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയുണ്ട്. നമ്മളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള പദ്ധതിയും ദൈവത്തിന്റെ കയ്യിലുണ്ട് അല്ലേ? ഇത് രണ്ടും ദൈവത്തിന്റെ പദ്ധതി കയ്യിലുണ്ട് അല്ലേ? നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സുരക്ഷിതമായി ജീവിക്കുവാനുള്ള പദ്ധതിയും ഈ ഗവൺമെന്റിനുണ്ട് അല്ലേ? അത് കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്കതനുസരിച്ച് ജീവിക്കാം. എന്നാൽ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് നല്ല ജയിൽവാസയോഗ്യമായ ശിക്ഷിക്കുവാനുള്ള പദ്ധതിയും ഗവൺമെന്റിനുണ്ട് അല്ലെ? ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാ, ജനത്തിന്റെ സമാധാനത്തിന് അത് ആവശ്യമാ എന്നതുപോലെ തന്നെ ദൈവിക ഗവൺമെന്റിനും ചില നിയമങ്ങളും പദ്ധതികളും ഉണ്ട്. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്കെതിരെയാണ് ഞാൻ ഇപ്പോൾ ഒരു പദ്ധതി തയ്യാറാക്കാൻ പോകുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ അവരെ അയച്ചിട്ടില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എന്റെ വാഗ്ദാനം നിറവേറ്റും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവം പറയുകയാണ്, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ളൊരു പദ്ധതി എന്റെ കയ്യിലുണ്ട് എന്ന് ഈ പ്രവാചകനിലൂടെ ദൈവം അറിയിക്കുകയാണ്.